നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം ഇന്ത്യൻ പ്രസ് ഡ്യൂറിങ് പ്രീ ഇൻഡിപെൻഡൻറ്റ് പീരീഡ്, സ്വാതന്ത്ര്യത്തിന് മുമ്പത്തെ ഇന്ത്യൻ പത്രങ്ങളുടെ അവസ്ഥ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ മാധ്യമങ്ങളുടെ അവസ്ഥ, അന്നിറങ്ങിയ പ്രധാനപ്പെട്ട ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നും പറയുന്നത്. ഏറ്റവും പ്രധാനമായും ഗാന്ധിജിയുടെ ഒരു സംഭാവന. ഗാന്ധിജി നമുക്കറിയാം, ഗാന്ധിജി നമ്മുടെ ഫാദർ ഓഫ് നാഷനാണ്, രാഷ്ട്രപിതാവാണ്. ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഗാന്ധിജി ആസ് എ ജേർണലിസ്റ്റ്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഗാന്ധിജിയുടെ സംഭാവനകൾ, അല്ലെങ്കിൽ ഗാന്ധിജി ഇറക്കിയ പത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗാന്ധിജി ആസ് എ ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട എയിം, ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ജനതയെ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തുകയും ഗാന്ധിജിയുടേതായ ശൈലിയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്ത, അല്ലെങ്കിൽ അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന ആളാണ് മഹാത്മാഗാന്ധി. അപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യൻ ജനതയുടെ ഒരു എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ മറ്റ് തലത്തിലുള്ള ഡെവലപ്മെൻറ്റിന് വാല്യുബിളായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തി കൂടിയാണ് മഹാത്മാഗാന്ധി. അങ്ങനെ അദ്ദേഹം 1904 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പഠിക്കാൻ പോയ സമയത്ത്, ബാരിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പോയ സമയത്താണ് ആദ്യമായിട്ട് മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. അന്ന് സൗത്ത് ആഫ്രിക്കയിലുണ്ടായിരുന്ന ഇന്ത്യൻ സിറ്റിസൺ, അല്ലെങ്കിൽ ഇന്ത്യക്കാരായിരുന്ന, അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന, അവിടെയുള്ള സെറ്റിൽ ചെയ്ത, അല്ലെങ്കിൽ പഠിക്കാനൊക്കെ വന്ന, പല കാര്യങ്ങൾക്കും സൗത്ത് ആഫ്രിക്കയിലുണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഇഷ്യൂസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആദ്യമായിട്ട് ഇറക്കിയ പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. Indian Opinion was the first newspaper published by Mahatma Gandhi. It was published in 1904. 1904 സൗത്ത് ആഫ്രിക്കയിലാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന പത്രം ഗാന്ധിജി പ്രസിദ്ധീകരിക്കുന്നത്. ആ പേരിലുള്ളതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ ഒപ്പീനിയൻ, ഇന്ത്യക്കാരുടെ അഭിപ്രായങ്ങൾ, അന്ന് സൗത്ത് ആഫ്രിക്കയിലുണ്ടായിരുന്ന ഇന്ത്യൻ സിറ്റിസൻസിൻ്റെ അഭിപ്രായങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ പ്രയാസങ്ങളും, അവർ നേരിടുന്ന പ്രയാസങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം പത്രത്തിൽ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പം ഇന്ത്യൻ ഒപ്പീനിയനാണ് ഒരു ജേർണലിസ്റ്റ് എന്ന നിലക്ക് ഗാന്ധിജിയുടെ ആദ്യത്തെ പ്രസിദ്ധീകരണം, അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് ഗാന്ധിജി കാലെടുത്ത് വെച്ചത് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിലൂടെയായിരുന്നു. അത് പ്രധാനമായിട്ട് 4 ലാംഗ്വേജസിൽ അത് പബ്ലിഷ് ചെയ്തിരുന്നു. ഇംഗ്ലീഷിലുണ്ടായിരുന്നു, ഗുജറാത്തിയിലുണ്ടായിരുന്നു, തമിഴിലുണ്ടായിരുന്നു, അതുപോലെ ഹിന്ദിയിലും. ഈ 4 ഭാഷകളിലായിട്ടായിരുന്നു അന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി പ്രസിദ്ധീകരിച്ചിരുന്നത് സൗത്ത് ആഫ്രിക്കയിലും. അതിനുശേഷം അദ്ദേഹം ഹി കെയിം ബാക്ക് ടു ഇന്ത്യയിലേക്ക് വരികയും സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയൊക്കെ ചെയ്താണ് പിന്നെ നമ്മൾ കണ്ടത്. അങ്ങനെ ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹം വീണ്ടും ഒരു പത്രം അദ്ദേഹം ആരംഭിച്ചു, അല്ലെങ്കിൽ അന്ന് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പത്രം അദ്ദേഹം ഏറ്റെടുത്തു പൂർണ്ണമായിട്ടും. 1919 അദ്ദേഹം ഏറ്റെടുത്ത മറ്റൊരു പത്രമാണ് യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം പൂർണ്ണമായിട്ടും ഗാന്ധിജി ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ആശയ പ്രചരണത്തിന് വേണ്ടി ആ പത്രം ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ പത്രമാണ് യങ് ഇന്ത്യ. ഒന്നാമത്തത് ഇന്ത്യൻ ഒപ്പീനിയനാണ്, അത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് ഗാന്ധിജി പ്രസിദ്ധീകരിച്ചത്. രണ്ടാമത്തത് യങ് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് 1919 ഗാന്ധിജി ഏറ്റെടുത്ത് നടത്തിയ പത്രമാണ് യങ് ഇന്ത്യ. അതേപോലെ അതിൻ്റെ ഒരു ഗുജറാത്തി വേർഷനായിരുന്നു നവജീവൻ എന്ന് പറയുന്ന മറ്റൊരു പത്രം കൂടി ഗാന്ധിജി ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, നവജീവൻ. അതിനുശേഷം അദ്ദേഹത്തെ പല ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ, അല്ലെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം പലതവണ ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ജയിൽ ശിക്ഷ അനുഭവിച്ചപ്പോഴും അദ്ദേഹം ഇറക്കിയ പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ, പ്രധാനപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു, അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1919 യങ് ഇന്ത്യ ഇറക്കി. അതിനുശേഷം 1932 ഹരിജൻ എന്ന് പറയുന്ന മറ്റൊരു പത്രം ഗാന്ധിജി പ്രസിദ്ധീകരിക്കുന്നത്. സോ ഹരിജൻ വാസ് ദി 4th ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ മഹാത്മാഗാന്ധി. ഹരിജൻ
അപ്പോൾ ആ പേര് പറയുന്ന പോലെ തന്നെ അന്ന് ഉണ്ടായിരുന്ന ഇന്ത്യൻ സൊസൈറ്റിയിലുണ്ടായിരുന്ന അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മക്കെതിരെ, അതായത് താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ തൊട്ടുകൂടാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവർ തൊട്ടുകൂടാൻ പാടില്ലാത്തൊരവസ്ഥ, അൺടച്ചബിലിറ്റി. അതേപോലെ അവരുടെ പിന്നെ ടെമ്പിൾ എൻട്രി, അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊന്നും പ്രവേശിപ്പിക്കാത്തൊരവസ്ഥ. അപ്പോൾ അതിനെതിരെ ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും പിന്നെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇറക്കിയ പത്രമായിരുന്നു ഹരിജൻ. നമുക്കറിയാം പിന്നെ ഈ ഹരിജൻ എന്ന് പറയുന്നത് ഗാന്ധിജിയാണ്. ഹരിജനങ്ങൾ എന്ന് പറയുമ്പോൾ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ, ഒരുപാട് പ്രയാസങ്ങളൊന്നും അനുഭവിച്ചിരുന്ന ആളുകൾ, അവർക്കൊക്കെ ഒരു എന്താ പറയുക റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവരെ ഗാന്ധിജി ഹരിജൻസ് എന്നായിരുന്നു അഡ്രസ്സ് ചെയ്തിരുന്നത്. അപ്പം അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ എന്താണ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പിന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടും അതിനുവേണ്ടി ഇറക്കിയ പത്രമാണ് ഹരിജൻ. 1932 ഗാന്ധിജി ഈ പത്രം ഇറക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഗാന്ധിജിയുടെ ഒരു ജേർണലിസം ഹിസ്റ്ററി നമ്മൾ പറയുമ്പോൾ ഈ 4 പേപ്പറുകളാണ് നമ്മൾ പറയേണ്ടത്. ഏതൊക്കെയാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ, നവ്ജീവൻ, യങ് ഇന്ത്യ ആൻഡ് ഹരിജൻ. ഇന്ത്യൻ ഒപ്പീനിയൻ, നവ്ജീവൻ, യങ് ഇന്ത്യ ആൻഡ് ഹരിജൻ were the newspapers published by മഹാത്മാഗാന്ധി. ക്ലിയർ ആണല്ലോ? ആ ഭാഗം നന്നായിട്ട് വായിക്കാം. ഇനി ഗാന്ധിജിയുടെ ഒരു ഐഡിയോളജി എന്തായിരുന്നു? ആസ് എ ജേർണലിസ്റ്റ് ഗാന്ധിജി പത്രം ഇറക്കിയത് ഞാൻ പറഞ്ഞു എന്താണ്, പൂർണ്ണമായിട്ടും ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടിയാണ്. അത് ഏതെങ്കിലും രീതിയിൽ എന്തെല്ലാം പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടി ആയിരുന്നില്ല. ഒന്നെങ്കിൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളെ ജനങ്ങളെ അറിയിക്കുന്നതിനും അതിനെതിരെ ക്യാമ്പയിൻ ചെയ്യുന്നതിനും, അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന അൺടച്ചബിലിറ്റി അടക്കമുള്ള സോഷ്യൽ ഈവിൾസിനെതിരെ എന്താണ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ആയിരുന്നു അദ്ദേഹം പത്രം ഇറക്കിയത്. അപ്പോൾ പൂർണ്ണമായിട്ട് എന്താണ് ഒരു സോഷ്യൽ സർവീസ്. ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിക്ക് ജേർണലിസം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സർവീസാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പത്രങ്ങളിലൊന്നും അദ്ദേഹം പരസ്യം കൊടുത്തിരുന്നില്ല. ഹി വാസ് കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ്. മാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കുന്നതിനെതിരായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രങ്ങളിലൊന്നും പരസ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് പരസ്യം വാങ്ങിക്കഴിഞ്ഞാൽ ആ പരസ്യം തരുന്ന ആളുകളോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും മാധ്യമങ്ങൾക്ക്. അത് പാടില്ല. നിഷ്പക്ഷമായിട്ട് പിന്നെ വാർത്തകൾ എഴുതുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ കടമ. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല, നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നും പാടില്ല. അതുകൊണ്ട് പരസ്യം തീരെ വാങ്ങാൻ പാടില്ല എന്നായിരുന്നു ഗാന്ധിജിയുടെ ഒരു അഭിപ്രായം. ഏതായാലും ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി മാധ്യമ പ്രവർത്തനത്തെ കണ്ടത് ഒരു സോഷ്യൽ സർവീസായിട്ടും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്താനൊക്കെ ഉള്ള ഒരു വെപ്പണായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളെ കണ്ടിരുന്നത്. ഇതാണ് ഗാന്ധിജി ആസ് എ ജേർണലിസ്റ്റ്. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻസ് ഇതൊക്കെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ ജവഹർലാൽ നെഹ്റു. യെസ്, അനദർ ഇൻഡിപെൻഡൻറ്റ് ലീഡർ. സ്വാതന്ത്ര്യ സമരം നമ്മൾ പറയുമ്പോൾ ഗാന്ധിജി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ജവഹർലാൽ നെഹ്റു, നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം അസോസിയേറ്റ് ചെയ്ത, അദ്ദേഹം ഇറക്കിയ ഒരു പത്രമാണ് നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു പത്രം 1938 ജവഹർലാൽ നെഹ്റു ഇറക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നത് വരെ ജവഹർലാൽ നെഹ്റു അതിൻ്റെ ചെയർമാനായിരുന്നു. നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ കെ രാമറാവു എന്ന് പറയുന്ന അന്നത്തെ ആ കാലത്ത് പ്രഗത്ഭനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനെയാണ് ഇതിൻ്റെ എഡിറ്ററായിട്ട്, നാഷണൽ ഹെറാൾഡിൻ്റെ എഡിറ്ററായിട്ട് അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെഹ്റുവിൻ്റെ പത്രവും നാഷണൽ ഹെറാൾഡും പ്രധാനമായിട്ടും ആ പത്രത്തിൻ്റെയും ഉദ്ദേശം എന്താണ്? ഫ്രീഡം ആയിരുന്നു. 1938 ഇറങ്ങിയ പത്രത്തിനെതിരെ പലതവണ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, നടപടികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും വളരെ ശക്തമായിട്ട് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ തെറ്റായ പോളിസികൾക്കെതിരെ വാർത്തകൾ എഴുതിയ പത്രമായിരുന്നു നാഷണൽ ഹെറാൾഡ്. സോ 1938 നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. കെ രാമറാവു ആയിരുന്നു അതിൻ്റെ എഡിറ്ററായിട്ട് നെഹ്റു അപ്പോയിൻ്റ് ചെയ്തത്. ഇനി മറ്റൊരു പത്രം ദി ഹിന്ദുസ്ഥാൻ ടൈംസ്. 1923 ഒരു കൂട്ടം സിഖുകാർ ഇറക്കിയ പത്രമാണ് ദി ഹിന്ദുസ്ഥാൻ ടൈംസ്. ഒരു നാഷണൽ ന്യൂസ് പേപ്പറിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ നാഷണലിസ്റ്റ് പിന്നെ മൂവ്മെൻറ്റ്സിന് പിന്നെ പ്രാധാന്യം കൊടുക്കാൻ അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ മറ്റൊരു പത്രമായിരുന്നു ദി ഹിന്ദുസ്ഥാൻ ടൈംസ്. 1923 ഒരു കൂട്ടം സിഖുകാരാണ് ഈ പത്രം ഇറക്കുന്നത്. അടുത്ത പത്രമാണ് ദി ഇന്ത്യൻ എക്സ്പ്രസ്. ഇപ്പോഴും നമ്മൾ വായിക്കുന്ന
ഇപ്പോഴും ഇന്ത്യയിൽ അത്യാവശ്യം നമ്മളിപ്പോൾ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സർക്കുലേഷന് ചെറിയൊരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി വളരെ പഴക്കം ചെയ്ത ഇപ്പോഴും നമ്മൾ വായിക്കുന്നൊരു പത്രമാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, അത് പിന്നീട് വന്നാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ്. ഇന്ത്യൻ എക്സ്പ്രസ് 1931 പബ്ലിക്കേഷൻ ആരംഭിക്കുന്നത്. മദ്രാസിൽ ഒരു ആയുർവേദ ഡോക്ടറായ പെരുമാൾ വരദരാജലു നായിഡു എന്ന് പറയുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ് 1931 മദ്രാസിൽ ദി ഇന്ത്യൻ എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് പ്രഗത്ഭനായിട്ടുള്ള, നമുക്കിനി പഠിക്കാനുണ്ട്, സദാനന്ദ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ആ പത്രം വാങ്ങുകയാണ്. അദ്ദേഹം കുറേ കാലം ആ പത്രം നടത്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്ക് നല്ല കവറേജ് കൊടുത്തൊരു പത്രമായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മുഖപത്രമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് വളരെ പെട്ടെന്ന് മാറി എന്നുള്ളതാണ്. വളരെ ശക്തമായിട്ട് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ വാർത്ത കൊടുക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്ക് നല്ല കവറേജ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മുഖപത്രമായിട്ടാണ് പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസ് അറിയപ്പെട്ടത്. പിന്നെ പല ആളുകളും അത് മാറി വാങ്ങിയിട്ടുണ്ട്. രാമനാഥ് ഗോയങ്ക എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരന് പിന്നീട് അത് വാങ്ങി അവരൊരു കമ്പനി ഫോം ചെയ്ത് അതിൻ്റെ കീഴിലാണ് ഇന്ത്യൻ എക്സ്പ്രസ് പിന്നീട് പ്രവർത്തിച്ചത്. അപ്പോൾ ഏതായാലും ഇന്ത്യയിൽ പഴക്കം ചെന്ന ഇപ്പോഴും നിലനിൽക്കുന്ന വളരെ ചുരുക്കം പത്രങ്ങളിൽ ഒന്നാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്നത്. 1931 മദ്രാസിലാണത് ആരംഭിക്കുന്നത്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ഫ്രീഡം തന്നെയായിരുന്നു. അതിനു വേണ്ടിയായിരുന്നു അത് എഴുതിയത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ പലതരത്തിലുള്ള നടപടികൾക്ക് വിധേയമായ പത്രം കൂടിയാണ് ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും പ്രീ ഇൻഡിപെൻഡൻറ്റ് പീരീഡിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ പ്രവർത്തിച്ച, ഇന്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിൽ പ്രവർത്തിച്ച മറ്റു പത്രങ്ങൾ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റിൻ്റെ PDF അവൈലബിൾ ആണ്, അതിൽ വായിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.